ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 384 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശിവപ്രസാദാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ശ്രീമതി വത്സല സജിത് കോഴിക്കോടാണ്. നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മണൻ മാസ്റ്ററാണ്. മാഷെ തുടങ്ങിക്കോളൂ. സായിരാം. ഞാനാ സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണയിച്ചുകൊണ്ട് അന്തർശൗചത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വത്സല 3 ഓങ്കാരവും 3 സായി ഗായത്രിയും ജപിച്ചുകൊണ്ട് അവരവരെ ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പാരായണം ആരംഭിക്കുക. പാരായണം ഏതാണ്ട് 10 മിനിറ്റ് വരെ ആവാം. ഒരു 10-12 മിനിറ്റ് ഭഗവാനുമായുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാം. പിന്നെ സ്വാമീൻ്റെ ഒരു വീഡിയോ പ്രസൻറ്റേഷന് ശേഷം ഭജന പാടുക. ഇത്രയുമാണ് പരിപാടി. സായിരാം. വത്സല ആരംഭിച്ചോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാദത്തിൽ ശതകോടി പ്രണാമം. ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. സായിരാം. ഞാൻ വത്സല, തിക്കോടി സമിതി കോഴിക്കോട് ജില്ലയില് സ്പിരിച്വൽ കോർഡിനേറ്ററാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സച്ചിത്ത് മാഷ്. ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ തോന്നുന്നുണ്ട്. ഒരു 45 വർഷമായി ആക്റ്റീവ് വർക്കറായിട്ട് സ്വാമീൻ്റെ സംഘടനയിൽ നിൽക്കുന്നത്. അല്ലാതെ ഒരു 7 വയസ്സുള്ള സമയത്ത് തന്നെ ഭഗവാനെ പറ്റി അറിയാനും പ്രസാദമൊക്കെ കഴിക്കാനും ഭജനയിലും നഗരസങ്കീർത്തനത്തിനൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് വായിക്കുന്നത് ഭഗവാന്റെ സത്യസായി വാണി 10ാം ഭാഗം. 1970 മെയ് 13 ബോംബെയിൽ വെച്ച് ഭഗവാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞ ഒരു പേജ്. ഞാൻ എടുത്തപ്പോൾ തന്നെ ഈ പുസ്തകം കിട്ടി, അതിൻ്റെ അകത്തുള്ള പേജും കിട്ടി. അതുകൊണ്ട് അത് തന്നെ വായിക്കാമെന്ന് വിചാരിക്കുന്നത്. ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള കല അഭ്യസിക്കുക. വിദ്യാലയത്തിൽ ധാരാളം അധ്യാപകരുണ്ട്. അവരിൽ ചരിത്രാധ്യാപകൻ ഭൂപട സഹിതം പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു. ഗണിതാധ്യാപകൻ കറുത്ത ബോർഡിൽ കണക്ക് കൂട്ടുന്നു. ശാസ്ത്രാധ്യാപകന് അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയുണ്ട്. എന്നാൽ കായികാധ്യാപകൻ നിരയായി നിൽക്കുന്ന കുട്ടികളുടെ മുന്നിൽ നിൽക്കണം. എന്നിട്ട് കുട്ടികൾ എങ്ങനെ ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ സ്വയം കൈകാലുകൾ മുമ്പോട്ടും പിമ്പോട്ടും ഇളക്കണം, കുനിയണം, ഉയരണം, തിരിയണം, വളയണം. നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം. അങ്ങനെ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. ഈ രാജ്യത്തിന് ഒരു മഹിമയാർന്ന ഭാവി ഉറപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗമാണിത്. ഭൂമിയിൽ
ഒരു ഗൗരവമാർന്ന വിരോധാഭാസം ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. വിനിമയത്തിന്റെയും ഗതാഗതത്തിന്റെയും വേഗമാർന്ന ഉപാധികളുടെ ഫലമായി ലോകം ചെറിയ ചെറിയ ഭൂഗോളമായി തീർന്നെങ്കിലും മനുഷ്യൻ ഒരു ഈശ്വരന്റെ മക്കളായി വളരെ സമീപസ്ഥരായി ഒരുമിച്ച് ജീവിക്കാനുള്ള കല ഇതുവരെയും പഠിച്ചിട്ടില്ല. അടുത്ത മനുഷ്യരെ ഒരുമിപ്പിക്കുവാൻ വ്യത്യസ്തകൾ വളരെ കൂടുതലായി കാണുന്നു. വൈരുദ്ധ്യമാർന്ന സംസ്കാരങ്ങളെ, മത്സരിക്കുന്ന വംശങ്ങളുടെ ചെറിയ ലോകം വിവാദമായിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ദുഃഖങ്ങൾ അതിൻ്റെ എല്ലാ അയൽ സംസ്ഥാനങ്ങളിലേക്കും വളരെ വേഗം വ്യാപിക്കുന്നു. അങ്ങനെ ഈ ലോകത്തെ മുഴുവനും ബാധിക്കുന്നു. ഈ ലോകം ഒന്നാകെ ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു. സാംക്രമിക രോഗങ്ങൾ അതിർത്തികൾക്കപ്പുറം കടന്ന് വിവേചനമില്ലാതെ മനുഷ്യനെ നിഗ്രഹിക്കുമ്പോൾ ഈ സംഹാരത്തെ നിയന്ത്രിക്കാൻ ദ്രുതഗതിയിലുള്ള നടപടികൾ എടുക്കുന്നു. മാത്രമല്ല, ദുരന്ത മേഖലയിലേക്ക് വളരെ വേഗം ആശ്വാസം അയക്കുന്നു. എന്നാൽ ദുരയുടെയും വെറുപ്പിന്റെയും രോഗസംക്രമം ഒരു സർക്കാരിനും അത്ര പെട്ടെന്ന് നിയന്ത്രിക്കാനാവില്ല. നമുക്ക് ഈ ചോദ്യം ചോദിക്കാം: ഏത് രീതിയിലുള്ള സർക്കാരാണ് ഏറ്റവും നല്ലത്? ഉത്തരം ഇതാണ്: നമ്മളെ സ്വയം ഭരിക്കാൻ സഹായിക്കുന്ന സർക്കാരാണ് ഏറ്റവും നല്ലത്. മനസാക്ഷിയെ ഭരണാധികാരിയാക്കുക, ബാഹ്യ ഭരണാധികാരിയെ ആശ്രയിക്കാതിരിക്കുക. ലോകത്തിന്റെ രോഗങ്ങളെ സൂക്ഷ്മ പരിശോധന ചെയ്യുന്നവര് പല രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഒരു പഠനവും ശരിയായ കാരണം കാണിക്കുന്നില്ല. രോഗാവസ്ഥയുടെ മൂലഹേതു ആത്മാവിലുള്ള വിശ്വാസത്തിന്റെ അഭാവമാണ്. ആനന്ദത്തിന്റെ പ്രഭാവവും ഹേതുവുമായി ആത്മാവിൽ യാതൊരു വിശ്വാസവുമില്ല. അതുകൊണ്ട് പ്രപഞ്ച സന്തോഷങ്ങൾക്ക് പുറകെ അവന്റെ മനസ്സ് ഓടുന്നു. അങ്ങനെ ശോകമാകുന്നു ഫലം. പുണ്യശീലനായ അന്വേഷകനെ ദൈവം അന്വേഷിക്കുന്നു. ബൈബിൾ പറയുന്നു, ധർമ്മത്തെ തേടുന്നവർ ദൈവത്തെ തേടുന്നു. എന്നാൽ ആനി ബസന്റ് പറയുന്നു, പുണ്യശീലനായ അന്വേഷകനെ ദൈവം ആരായുന്നു. തന്നിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ ഹൃദയത്തിനു വേണ്ടി ഈശ്വരൻ അന്വേഷിക്കുന്നു. ലോകത്തെ ഒരു നടനരംഗമായി മനുഷ്യൻ ചുരുക്കിയിരിക്കുന്നു. എന്തെന്നാൽ ജഗദീശ്വരനോടുള്ള ആരാധന ഒരു നാട്യപരമായ ചേഷ്ടയായി തീർന്നിരിക്കുന്നു. ഹൃദയാന്തരങ്ങളിൽ കരയുന്ന മനുഷ്യരെ കാണാം. എന്നാൽ അവർ ജീവിതം ചിരിച്ചു തള്ളുകയായിരിക്കും. ഹൃദയാന്തങ്ങളിൽ ചിരിക്കുന്ന മനുഷ്യരെ കാണാം. എന്നാൽ നിരീക്ഷകർക്കെല്ലാം അവർ തങ്ങളുടെ വിധിയിൽ അത്യധികമായി വിലപിക്കുന്നവരായിരിക്കും. ആരാധന അധികവും കാര്യസിദ്ധിക്ക് വേണ്ടി ഒരു കെണിയിലാക്കി അഭിനയിക്കുന്ന നാടകമായിരുന്നു. യാതൊരു ആത്മാർത്ഥയും ഇല്ല. പുതിയതും വിപ്ലവകരമായ ഏതെങ്കിലും ഒരു ഇസം വളരെ പെട്ടെന്ന് ആരെങ്കിലും പ്രകടിപ്പിക്കുന്നത് കാണാം. ഉദാഹരണമായി സോഷ്യലിസം. ഓരോ വ്യക്തിയുടെയും മറ്റോരോരുത്തരോടുമുള്ള തുല്യത അംഗീകരിക്കുക യാഥാർത്ഥ്യമാക്കുന്ന സ്ഥിതി സമത്വവാദം സോഷ്യലിസം ഇന്ത്യയിൽ വളരെ മുമ്പ് തന്നെ പ്രയോഗത്തിലായിട്ടുണ്ട്. ചോദ്യം ചെയ്യപ്പെടാത്ത പരമാധികാരിയായ രാമൻ, നിരുത്തരവാദിയായ ഒരു അലക്കുകാരൻ തൻ്റെ ഭാര്യയുമായുള്ള കലഹത്തിനിടയ്ക്ക് പറഞ്ഞ കഴമ്പില്ലാത്ത അപവാദത്തെ ഗൗനിച്ച് ഒരു മഹാസംഹാരത്തിന്റെ യുദ്ധം പോരാടി നേടിയ തൻ്റെ സ്വന്തം ഭാര്യയെ ആ സമയം അവൾ ഗർഭിണിയാണെന്ന വസ്തുത പരിഗണിക്കാതെ നാടുകടത്തി. രാമൻ ഭരിച്ച സാമ്രാജ്യത്തിൽ ഓരോരുത്തരുടെയും വാക്കിന് വിലയുണ്ടായിരുന്നു. തൊഴിലാളികളും കർഷകരും. ഇക്കാലത്തെ മുദ്രാവാക്യം ഇതാകുന്നു. കൃഷ്ണാവതാരത്തിൽ ഈ രണ്ട് വിഭാഗങ്ങൾക്കും അവരർഹിക്കുന്ന സാമൂഹ്യ പ്രാധാന്യവും ബഹുമാനവും നൽകിയിരുന്നു. അന്നമല്ല നാണ്യവിളകളാണ് വളർത്തുന്നതെങ്കിലും ഇന്ന് മനുഷ്യർ ബഹുമാനിക്കപ്പെടുന്നു. വിദേശ നാണ്യത്തിന് പിറകെയാണ് നമ്മൾ. അങ്ങനെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വാങ്ങാൻ കഴിയുന്നത് ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യർ പ്രോത്സാഹിക്കപ്പെടുന്നു. അല്ലാതെ നമുക്ക് ആവശ്യമുള്ളതല്ല
നമുക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ വളർത്തുന്നത്. പാലും അതുപോലെ പാലിന്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും തൻ്റെതായ അവകാശത്തിൽ അവതാരം തന്നെയാണ്. ബലരാമന് മൂത്ത സഹോദരന് കലപ്പയായിരുന്നു സ്വന്തം ആയുധം. വിശുദ്ധിയാർന്ന ജീവനോപായം എന്ന നിലയിൽ കൃഷിയുടെ മഹിമയെ അത് ഉദ്ഘോഷിക്കുന്നു. ഈശ്വരൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുന്നു. അന്നം തലച്ചോറിനെ നിലനിർത്തുന്നതിനും അങ്ങനെ അതിന് ബുദ്ധിശക്തിയും തെളിമയും നൽകി ഈശ്വര സാക്ഷാത്കാരത്തിന് തികവുറ്റതാക്കുന്നതിനും വേണ്ടി അവിടുന്ന് കന്നുകാലി വളർത്തലും കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നു. ഉത്തമാംഗത്തിനു വേണ്ടി ശരീരത്തെ പരിപോഷിപ്പിക്കണം. അതുകൊണ്ട് ജ്ഞാനം നേടാൻ കഴിയും. മോക്ഷം പ്രാപിക്കാനും അന്നം, ശീർഷം, ഈശ്വരൻ. അതാണ് സംഭവങ്ങളുടെ ശൃംഖല. ദുസാധ്യമല്ലെങ്കിലും ഈശ്വര സാക്ഷാത്കാരം വളരെ പ്രയാസമാണെന്ന് നിങ്ങൾ ഭയക്കുന്നു. അത് വളരെ ലളിതമാണ്. അതിൻ്റെ ലാളിത്യം കണ്ടു തന്നെ എന്തോ നിഗൂഢമായ കെണിയുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഒരിക്കലും സരളമായ വസ്തുക്കളെയും സ്വഭാവങ്ങളെയും വിലമതിക്കില്ല. ഉദാഹരണമായി, സത്യം പറയുന്നതിനേക്കാൾ സരളമായി മറ്റൊന്നില്ല. എന്നാലും എത്ര പേർ സത്യത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നു? നിങ്ങൾ അസത്യത്തിലേക്ക് പരിശ്രമിക്കുന്നുവെങ്കിൽ മാർഗം മുഴുവനും പുതിയ കഥകൾ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഓർമ്മയിൽ എല്ലാ കഥകളെയും അവയെ ബന്ധപ്പെടുത്തി എല്ലാ വ്യക്തികളെയും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതെല്ലാം വളരെ സങ്കീർണവും കുഴപ്പവുമുള്ളതാണ്. വിദ്യാർത്ഥികളെ, നിങ്ങൾ ദിവ്യതയുടെ മൂർത്തിവത് ഭാവങ്ങളാണ്. നിങ്ങൾക്ക് നൈപുണ്യം നേടേണ്ടതായി വിദ്യയുടെ 2 ഘടകങ്ങളുണ്ട്: വിജ്ഞാനം, പ്രജ്ഞാനം. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുന്നതാണ് ശാസ്ത്രം. ആന്തരിക അനുഭവങ്ങളെ, ബോധത്തിന്റെ ധാരാളം തലങ്ങളെയും നിയന്ത്രിക്കുന്ന കലയായ ഉയർന്ന ബോധനം. വിദ്യാഭ്യാസ മേഖലയിലുള്ള ഉപകർത്താക്കളും ഫലാനുഭേദങ്ങളും വിദ്യാർത്ഥികൾക്കും തൻ്റെ കണങ്കയിൽ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൻ്റെ കണങ്കയിൽ ഒരു വാച്ച് എല്ലാവരുടെയും കയ്യിൽ കാണാം. ഒരു ദിവസം ഒരു 100 ആവർത്തിയെങ്കിലും നിങ്ങൾ ആ വാച്ച് നോക്കും. നിങ്ങൾ വാച്ച് നോക്കുമ്പോൾ WATCH എന്ന ഓരോ പാഠം നമുക്ക് ഈ 5 അക്ഷരങ്ങളും ചേർന്ന് ഓരോ പാഠം നൽകുന്നു. W എന്ന് പറയുന്നത് വേർഡ്സ്, നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. A എന്നത് മുന്നറിയിപ്പ് നൽകുന്നത് ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി ശ്രദ്ധിക്കുക. T എന്നത് സൂചിപ്പിക്കുന്നത് ചിന്തകളെ, നമ്മുടെ തോട്ട്സ് ശ്രദ്ധിക്കുക. C എന്ന് ഉപദേശിക്കുന്നത് സ്വഭാവത്തെ അല്ലെങ്കിൽ ക്യാരക്ടർ ശ്രദ്ധിക്കുക. H എന്ന് ഉദ്ഘോഷിക്കുന്നത് ഹൃദയത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഘടികാരത്തെ WATCH സമാലോചിക്കുമ്പോൾ അത് പ്രദാനം ചെയ്യുന്ന ഒരു പാഠം ഉൾക്കൊള്ളണം. സൈറാം. സായിരാം ടീച്ചർ ഭംഗിയായിട്ട് വായിച്ചു. ഇനി അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ. സായിരാം. വത്സല ടീച്ചർ. സായിരാം. സായിരാം. നിങ്ങളെ അനുഭവങ്ങൾ പങ്കുവെച്ചോ. ഓ സായിരാം. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇന്നെനിക്ക് ഇവിടെ അവസരം തന്ന എല്ലാവർക്കും നന്ദി പറയാണ്. എനിക്ക് അനുഭവങ്ങൾ എന്ന് പറയാൻ, നിത്യജീവിതത്തിൽ നമ്മൾക്ക് എല്ലാവർക്കുള്ള അനുഭവങ്ങൾ തന്നെ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ പ്രശ്നങ്ങളും വളരെ ഭഗവാൻ അതൊരു പഞ്ഞി പോലെ കാറ്റിൽ പറത്തിക്കളയാൻ ഇതുവരെ ഭഗവാൻ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തില് എനിക്ക് ദൈവത്തിലും അമ്പലങ്ങളിലും വളരെ വിശ്വാസമായിരുന്നു. ഞങ്ങളെ വീട്ടില് 6 മക്കളുണ്ടെങ്കിലും എന്താണെന്നറിയില്ല, കൂടുതലായിട്ട് എനിക്ക് കൂടുതൽ അമ്പലത്തിനോടുള്ള അടുപ്പമുണ്ടായിരുന്നു. മറ്റൊരു കാരണം, എൻ്റെ നേരെ ഇളയ എൻ്റെ സഹോദരൻ എന്നെക്കാൾ വെറും 2 വയസ്സിന് 1.5 വയസ്സിന് മാത്രം എളുപ്പമുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ എൻ്റെ അമ്മമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിന് തൊട്ടടുത്ത അമ്പലവും, അവിടെ അമ്പലത്തിൽ സത്സംഗത്തിന്റെ ആൾക്കാർ വരുന്ന സമയത്ത് ഇവിടെ അമ്മമ്മയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണവും സ്ഥിരം സത്സംഗ ജപങ്ങളൊക്കെ ഉണ്ടാവും. ഈ സമയത്താണ് എൻ്റെ അമ്മാവൻ വിയൂരില്, നമ്മളെ കൊയിലാണ്ടി സമിതിയിൽ അരവിന്ദനൊക്കെ നല്ല പരിചയമുള്ളതാണ്, ശ്രീധരൻ നായർ എന്ന് പറയുന്ന ആളും അവിടെയുള്ള കുറച്ച് യൂത്ത്, അന്നത്തെ യൂത്ത് ആയിരിക്കും, അവരെല്ലാം കൂടെ പുട്ടപർത്തിയിലേക്ക് പോകുന്നത്. എവിടെയോ ആന്ധ്രയിൽ പോകുക എന്ന് പറയുന്നത് കേൾക്കാം. തിരിച്ചു വരുന്ന സമയത്ത് നല്ല മധുരമുള്ള അമൃതും ലഡുവും കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ രാത്രി 12 മണി 1 മണിക്കൊക്കെയാണ് ചില സമയത്ത് തിരിച്ചു വരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ അതിന് കാത്തു നിൽക്കും. എന്താണെന്നറിയില്ല, ഒരാളുടെ അടുത്ത് പോയി വരുമ്പം കുറച്ച് മധുരമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, അത്രേ അന്ന് വിചാരിച്ചിട്ടുള്ളൂ. പിന്നീടാണ് ദിവസവും നഗരസങ്കീർത്തനം.
അന്നത്തെ നഗരസംഗീതം എന്ന് പറഞ്ഞാല് അമ്മമ്മ തന്നെ അതിന്റെ അടുത്തുള്ള കുറെ ആൾക്കാരെല്ലാം കൂടിയിട്ട് ഇടവഴിയൊക്കെ അടിച്ച് റോഡൊന്നും ഇതുപോലെ അടിച്ച് വൃത്തിയാക്കി നിലവിളക്കെല്ലാം കത്തിച്ച് വെച്ച് നഗരസങ്കീർത്തനം അവിടെ അധിക ദിവസം ഉണ്ടാവും. അതിലൊന്നും പങ്കെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം രാവിലെ ഉണരണല്ലോ. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ പിടിച്ചു വലിച്ചാണ് എന്നെ കൊണ്ടുപോവുക. പിന്നെ സായിബാബ എന്നുള്ളതൊന്നും അല്ലാണ്ട് വേറെ ഒന്നും അതിനെപ്പറ്റി അറിയുന്നില്ല. ഇന്നും ആ വീട്ടില് എല്ലാ വ്യാഴാഴ്ചയും അവിടെ നഗരസംഗീതം നടക്കുന്നുണ്ട്. മണ്ഡലകാലത്ത് 41 ദിവസം നഗരസംഗീതം നടക്കുന്നുണ്ട്. ചില വിശേഷങ്ങളിൽ 100 ആൾക്കാരൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളും അടുത്തുള്ള ആൾക്കാരും കുടുംബങ്ങളും തന്നെയാണ് അവിടെ പങ്കെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ അങ്ങനെ ഒരു അനുഗ്രഹം തന്നതുകൊണ്ട് എനിക്ക് എന്തോ ഭഗവാനെ കൊളുത്തിട്ട് പിടിച്ചതായിരിക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ലായ്മയില്ല. എല്ലാത്തിനൊരു മീഡിയത്തിലാണ്. അങ്ങനെ രാവിലെ ഉണർന്നൊന്നും എൻ്റെ അച്ഛൻ അത്ര വലിയ ഇഷ്ടമല്ല. തലവേദനയൊക്കെ വരും, കുട്ടികളെ അത്ര നേരത്തെ ഉണർത്തണ്ടെന്നൊക്കെയാ പറയാം. എന്നാലും എൻ്റെ അമ്മമ്മ അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇതിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഈ സമയത്താണ് ഏകദേശം ഒരു 12 വയസ്സുള്ള സമയത്താന്ന് തോന്നുന്നുണ്ട് സ്വാമി ശ്രീശൈലത്ത് വന്നത്. അപ്പൊ ശ്രീശൈലത്ത് വന്നപ്പോൾ അമ്മാമ്മമാരും മറ്റേ കുറെ ആൾക്കാരൊക്കെ പുട്ടപർത്തിയിൽ സ്ഥിരമായിട്ട് പോയിട്ട് 2 മാസമൊക്കെ ഒരു മാസമൊക്കെ എടുക്കും ഏകദേശം വരാൻ, തിരിച്ചു വരാൻ. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാ പോകുന്നത്. 70കളിലൊക്കെയാണ്. അങ്ങനെ സ്വാമി ഭഗവാൻ ശ്രീശൈലത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മമ്മയ്ക്ക് ഭഗവാനെ കാണണം. അപ്പൊ അവിടെ ഉണ്ടായ പ്രശ്നം എന്താ പറയുക, അന്ന് പശു പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പശുവിനെ നോക്കാൻ അവിടെ ആളില്ല. അപ്പൊ എന്നെയും പുറപ്പെടുവിച്ചിട്ടുണ്ട് നല്ല ഉടുപ്പൊക്കെ വാങ്ങി തന്ന് ഭഗവാനെ കാണാന്നുള്ള പറയാൻ. എൻ്റെ അമ്മാവന് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, നല്ല ഭജന പാടണം. ഭജന പാടാൻ വേണ്ടി കൊയിലാണ്ടി സമിതിയിൽ നിന്ന് കുറെ അരവിന്ദനൊക്കെ ഇറങ്ങിയ ആൾക്കാരൊക്കെ ഒരു മുത്തുകാരും മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ വരും, 4-5 കുട്ടികൾ. അപ്പൊ ഇത് ഒഴിവാക്കിയിട്ട് എന്നെ കൊണ്ട് ഭജന പാടിക്കണം എന്നുള്ളൊരു ഇഷ്ടമായിരുന്നു. ഞങ്ങൾ 5-6 കുട്ടികളുണ്ട്. അതിൽ മെയിന് ഞാൻ തന്നെയാണ് ആ വീട്ടിൽ തന്നെ ഉള്ളത്. അപ്പൊ എന്തായാലും എന്നെ ഒരു ഭജന പഠിപ്പിക്കുക എന്നുള്ള വലിയൊരു ആഗ്രഹം. അമ്മാന്റെ ആഗ്രഹം ഇതുവരെ സാധിച്ചില്ല. ഞാൻ ഇന്ന് വരെ ഒരു ഭജന പാടിയിട്ടില്ല. ഇന്ന് ഞാൻ ഇവിടെ പാടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ വലിയ ഇതൊന്നും ഉണ്ടാവൂല, എന്നാലും എന്തായാലും ഒരു ഭജന ജീവിതത്തിൽ പാടണ്ടേ എന്നുള്ളത് കൊണ്ട് മാത്രം. അങ്ങനെ ഈ ഞങ്ങള് പിന്നെ ഭഗവാൻ വന്ന സമയത്ത് അമ്മമ്മയോട് ഞാനത് വാക്ക് പറഞ്ഞ് എന്ന് അത് മരിക്കുന്നവരെ അമ്മമ്മ പറയായിരുന്നു. ഞാൻ പറഞ്ഞ അമ്മമ്മ പോയിക്കോ, പിന്നെ ഞാനിവിടെ നിൽക്കാം, പശുവിനെ ഞാൻ നോക്കാം. അന്നത്തെ പോലെ വലിയൊരു തൊഴുത്തും അങ്ങനെ കമ്പി വേലിയോ എന്നുള്ള സ്ഥലമല്ല. നായയും കുറുക്കനും കാക്കയൊക്കെ ഉള്ള സമയത്താണ്. അപ്പൊ ഇതിനെയൊക്കെ കൊത്തി ശല്യപ്പെടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന്, ഒരു ഗ്രാമപ്രദേശമാണ്, ഞാൻ അവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെയും കൂട്ടി ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ സ്വാമിനെ കാണാൻ വന്ന്. അപ്പം പിന്നെ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായി. ഭഗവാന്റെ കാര്യമൊക്കെ പറഞ്ഞുതരാം സാരല്ല. എന്തായാലും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ സ്കൂളിൽ പോകുന്നേരം കുട്ടികളൊക്കെ വേറെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നവരൊക്കെ അതിന്ന് പിന്നും അങ്ങനെ ഒഴിവാകും. പക്ഷെ അമ്മമാർ പിടിച്ച് 2 അമ്മമാരാന്ന് അവർ 2 കൈയും പിടിച്ചിട്ട് നടത്തിച്ച് കൊയിലാണ്ടി വരെ കൊണ്ടുപോകും. കൊയിലാണ്ടിന്ന് ഭജനക്കിരിക്കും. തിരിച്ചു വരുമ്പോൾ നല്ല ചായയും ഒരു സുഖിയനും കിട്ടും. അത് തന്നെ, അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ട് വ്യാഴാഴ്ച ഞാൻ പുറപ്പെടും. വ്യാഴാഴ്ച ഞാൻ ഓർമ്മിച്ച് വെക്കും. അങ്ങനെ കഴിഞ്ഞ സമയത്താണ് പിന്നെ എനിക്ക് ഒരു കുറെ കാലം കഴിഞ്ഞ് ഭജനയിലൊക്കെ പങ്കെടുക്കും, സംഗീതത്തിനൊക്കെ ഇങ്ങനെ പോകും, അത്രയേ ഉള്ളൂ. പിന്നെ സ്വാമീൻ്റെ ഒരു ഇങ്ങനെ ചാരി കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, ഒരു സോഫയിൽ അങ്ങനെ ഒരു ചാരി കിടക്കുന്ന ഒരു ഫോട്ടോ, അതെനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് തരും. അപ്പൊ അമ്മായിമാരൊക്കെ ഭയങ്കര ഡിവോട്ടീസാ. ഒരമ്മായി എന്ന് പറഞ്ഞാൽ ആ അമ്മായിന്റെ അച്ഛനൊക്കെ ഭയങ്കര, ഞങ്ങളെ ബന്ധു തന്നെയാണ്, ഭയങ്കര ഡിവോട്ടീസ്. ഏതോ കാലം സനാതന സാരഥിയൊക്കെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വെച്ച് അവർ മരിച്ചുപോയി. മാഷായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ബാലവികാസം എടുത്തിട്ടുണ്ട്. അതിലെനിക്കും ബാലവികാസം എടുക്കും. പക്ഷെ അത്ര വലിയ ഉഷാറിലൊന്നല്ല ഞാൻ ബാലവികാസം പോകുക. ഒരു സൈഡിൽ കൂടി ഇവരൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടേ പോകുന്നുള്ളൂ. അപ്പൊ ഈ അമ്മായി ഇങ്ങനെ സ്വാമീന്റെ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് സമയം വൈകുമ്പോൾ ഞാനിങ്ങനെ പറയാം, വേണ്ടാത്ത പുസ്തകം ഇങ്ങനെ വായിച്ചിരിക്കണ്ട, പിന്നെ കിടന്നുറങ്ങരുത്, എന്തിനെങ്ങനെ ഉറക്കളയ്ക്കുന്നെന്ന് ഞാനിങ്ങനെ ചോദിക്കും. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയതൊക്കെ തോന്നും. അപ്പൊ തന്നെ അമ്മ പറയും, ഇവളെ കല്യാണം കഴിക്കുന്നെങ്കിൽ ഒരു സൈഡ് ഇവട്ടിയാലും മനസ്സിനൊരു സമാധാനമായിരുന്നു. അങ്ങനെ ഒരു ശാപം പോലെ ഇങ്ങനെ ഇന്ന് എന്നെ കൊണ്ട് ഇവരുണ്ടാളും ഇങ്ങനെ പറയും, അമ്മായി അമ്മാനും തമാശയാണെങ്കിലും. പിന്നെ TTC എല്ലാം കഴിഞ്ഞ് 21-ാം വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ്. അപ്പൊ അന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാല്, കല്യാണം കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് ദിവസം രാവിലെ നോക്കുമ്പോൾ വീട്ടിന്റെ അടുക്കളയിലും താഴെയൊന്നും ആരുമില്ല. 5 മണിക്ക് എനിക്ക് പേടി, ഒരാളൊന്നും പറഞ്ഞിട്ടില്ല. രാവിലെ എണീച്ച് പുതിയൊരു വീട്ടിൽ വന്നാന്ന്, ഒരു പരിചയമില്ലാത്ത വീട്ടില്. ഞാൻ കുറെ കഴിഞ്ഞാലുണ്ട് മണി കിലുങ്ങുന്ന ഇത് ആരതി കാണുന്ന ആയിരിക്കും ഇന്ന് ഞാൻ വിചാരിക്കാം. അന്ന് ആരതി ഞാൻ കേൾക്കലുണ്ട്. അപ്പൊ ആരതി കാണിക്കുന്നത് അതുവരെ ഒരു ധ്യാനത്തിലായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഭയങ്കര വിഷമായി മനസ്സിന്. പിറ്റേന്ന് തന്നെ ഇരുട്ടത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്ന് 5 മണിക്കൊക്കെ. സാരമല്ല, പിന്നെ വീട്ടിൽ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല, തിരിച്ചു പോകാനൊന്നും നിവൃത്തിയില്ല. വീട്ടിൽ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്. എന്നെ തന്നെ ജോലിയാക്കി ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോണ്ട് വീട്ടിലേ ആരുമില്ല രാവിലെ എണീറ്റാല്. എന്നാൽ എന്നോടൊരു വാക്ക് പറയുന്നില്ല.
അപ്പൊ ഞാൻ എണീറ്റ് വേഗം എനിക്കറിയാൻ പോലെ ചായയും കൂട്ടലൊക്കെ ഉണ്ടാക്കി വെച്ച് എന്റെ കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ കാത്തിക്കുന്നു. നോക്കുമ്പോ 7 മണി കൊണ്ട് എല്ലാവരും കയറി വരുന്നത് നഗർ സംഗീതത്തിന് പോയതാന്ന് പറഞ്ഞു. അത് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കിങ്ങനെ വിഷമായി. ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടത് തന്നെ, നീ ഒരു രക്ഷയില്ല ഇവിടെ, മാൻ പറഞ്ഞത് ശരിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഏപ്രിൽ 23 കല്യാണം കഴിഞ്ഞാലോ മെയ് 1 ആലുവ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എനിക്കറിയില്ല, എനിക്ക് ആലുവ സുപരിതാന്ന്. അന്ന് ആലുവ എന്നൊക്കെ പറയുമ്പോ എന്താന്ന് എനിക്കറിയില്ല, അതൊന്നും അറിയില്ല. ഒരു മീറ്റിങ്ങിന് പോകാന്ന് പറഞ്ഞ് മെയ് 1 പോയ ആള് 10 വരെ തിരിച്ചു വന്നില്ല. അപ്പം വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എവിടെയാ പോയെന്ന് പറഞ്ഞിട്ടില്ല, ഇന്നത്തെ തൊട്ട് പിന്നെ ഫോണില്ല, ഒന്നുമില്ല. അപ്പൊ ഇനി എന്താ? അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു, പിന്നെ ഇങ്ങനെയാണെങ്കിൽ സന്യാസത്തിലേക്ക് പോകുന്ന ഒരു പോക്കായിരിക്കും, തിരിച്ച് വരുന്നതായിരിക്കും നല്ലത്. പക്ഷെ എങ്ങോട്ടാ തിരിച്ചു പോവുക? എന്തായാലും ഇവിടെ തന്നെ നിന്ന് ഇവരെ കൂടെ നിവർത്തിയുള്ളൂ. ഇങ്ങനെ നിർബന്ധമായിട്ട് ഞാനിങ്ങനെ ഇവരെ കൂടെ ഇടയ്ക്ക് ഓങ്കാരത്തിനും സന്ധ്യയ്ക്ക്, എന്നും സന്ധ്യയ്ക്ക് 6 മണി എന്ന് പറഞ്ഞാൽ ജപം. 6 മണി എന്ന് പറഞ്ഞാൽ അതിലപ്പോൾ 1 മിനിറ്റ് അങ്ങോട്ടും അങ്ങനെ അച്ഛൻ സമ്മതിക്കൂല. ജപം രാവിലെ 5 മണി എന്ന് പറഞ്ഞാൽ ഓങ്കാര സുപ്രഭാതം. ഞാൻ വന്നിട്ട് അച്ഛനമ്മയും മരിക്കുന്നവരെ അവരെ ചെയ്ത് അവരെ സന്തോഷത്തോടെ തന്നെ മരിക്കുകയും ചെയ്ത് അതൊരു വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അവരെ നല്ലോണം നോക്കാൻ പറ്റി. സത്യത്തില് എനിക്ക് നോക്കാൻ അവസരം തന്നത് ഭഗവാനാന്നുള്ള എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ നോക്കുന്നില്ല. അവർക്ക് പെൺകുട്ടികളിലായിരുന്നു, അവരെ പൊന്നു പോലെ നോക്കാൻ പറ്റി. 2 ആൾക്കാരും വീട്ടിൽ നിന്നാണ് മരിച്ചത്. അതിനൊക്കെയുള്ള സൗകര്യം കിട്ടിയത് എനിക്ക് മനസ്സിലായി. അവർ ഈ ഓങ്കാര സുപ്രഭാതം ചെല്ലിനെ കൊണ്ടാണ് എനിക്ക് അവരെ നോക്കണം എന്ന് തോന്നിയത്. ഒരു വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞ്, 1 മാസമൊക്കെ കഴിഞ്ഞ് സമയത്താണ് ഞങ്ങളെ സമിതിയിൽ ഞാൻ ഒരിക്കലും അവിടെ പറഞ്ഞു തോന്നുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു CP ഗോപാലൻ നായരുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. മൂപ്പനൊരു ചെറിയൊരു പുസ്തകം കൊണ്ടുവരുന്നത്. ആ പുസ്തകം ഇങ്ങനെ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു പുസ്തകം. എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു 30 രൂപയാണ്, ഇതിങ്ങ് തരണം, 30 രൂപ തരണം എന്ന് പറഞ്ഞു. സച്ചിനോട് വാങ്ങി തരണം. ഞാനിപ്പോൾ വാങ്ങിയോടെ വെച്ച് രാത്രി പണിയൊക്കെ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവം ഉണ്ടായത്. കാരണം ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സ്വപ്നം കാണും, ഒരാൾ വന്നിട്ട് താടി കൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ട്. വയസ്സന്മാരെ കുട്ടികളെ കളിക്കുന്നില്ല, അതുപോലെ താടി കൊണ്ട് ഇങ്ങനെ ഉരച്ച് അത് കഴിഞ്ഞിട്ട് അയാളങ്ങ് പോകും. അങ്ങനെ ഇത് കുറച്ച് ദിവസം ഒന്നുമല്ല, ഒരു 10-20 ദിവസം ഭയങ്കര പേടിയായി. 17 വയസ്സുള്ള സമയമാണ്. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അന്നേരമാണ് എനിക്ക് പ്രേതം ഉണ്ടോന്നൊക്കെ തോന്നുന്നത്. അതുവരെ ഒരു വിശ്വാസമല്ല, ഏതെങ്കിലും പ്രേതാണോ, ആരെങ്കിലും അങ്ങനെ താടിയില്ല ആള് മരിച്ചിട്ടുണ്ടോ, ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അമ്മ പറഞ്ഞു അതങ്ങനെ തോന്നുന്നതായിരിക്കും, ഒരു ദിവസമേ കണ്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞ ഞാനിങ്ങനെ ഒരു 9-10 ദിവസം ഒരാളെ തന്നെ കണ്ട് തലയെ കെട്ടി. അതാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. തലയെ കെട്ടുണ്ട്, ചെറിയൊരു താടിയുണ്ട്. എൻ്റെ മേക്കൊണ്ട് താടി ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ എനിക്കിങ്ങനെ മുറിയുന്ന പോലെ തോന്നും. എൻ്റെ ജീവിതം പോയി, കല്യാണമല്ല, ഞാൻ എൻ്റെ മാനസിക രോഗിയെന്ന് ഞാനിങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയാണ്. അയാളാണ് പിന്നെ നോക്കും ഈ ബുക്കിന്റെ പുറമേ ഉള്ളത്. അപ്പൊ ഞാൻ ശരിക്കും അന്ന് അവിടുന്ന് വേർത്ത് പോയി. ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് സംഭവം, ഇയാളെ ഞാൻ ഒരുപാട് കാലം മുന്നേ സ്വപ്നം കണ്ടതാണ് പറഞ്ഞപ്പോ ആ സച്ചരിതം എന്നും വീട്ടിലുണ്ട്. സത്യസായി സച്ചരിതം, ശുദ്ധിസായി സച്ചരിതം. ഞാനത് വായിക്കും. വായിച്ചാല് ചില ദിവസങ്ങളിലൊക്കെ വിഭൂതി വരും. മാത്രമല്ല അത് വായിക്കാണ്ട് ഉറങ്ങാൻ പറ്റാണ്ടായി. പിന്നെ 11-15 ഒക്കെ ബൈഹാർട്ടായി. അപ്പൊ അത് വായിച്ച് പിന്നെ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പോകേണ്ടതുകൊണ്ട് ഞാൻ തന്നെ പതുക്കെ പുസ്തകം സൂക്ഷിച്ചു വെച്ച്, വേറെ കുറെ ചർച്ചരിതം വാങ്ങി ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലോട്ട്. പക്ഷെ ആ സച്ചരിതം എന്നും സൂക്ഷിച്ചു വെക്കാണ്. അതിലിങ്ങനെ വിഭൂതി പൊടിഞ്ഞു വരും ചില സമയത്ത്. അത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതേപോലെ പിന്നെ ലളിതാ സഹസ്രനാമം ചെല്ലുന്ന സമയത്ത് ഇപ്പൊ അടുത്ത കാലത്തൊന്നുമില്ല, പണ്ടൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ ലളിതാ സഹസ്രനാമത്തില് ഈ വിഭൂതി ഇങ്ങനെ പൊടിഞ്ഞു വരും. പിന്നെ 1983 ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം തന്നെ പുട്ടപർത്തി പോകാൻ തുടങ്ങി. പുട്ടപർത്തിയില് എല്ലാ ഓണത്തിന് പോവും, വിഷുവിന് പോവും. എന്തായാലും പുട്ടപർത്തി സമിതികളും വേറൊരു എൻജോയ്മെന്റും ഇല്ല, അതിലങ്ങ് ചേർന്ന് ഭഗവാൻ തന്നെ പിടിച്ചു നിർത്തി. ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു കുറച്ച്, ആയിക്കോട്ടെ എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ല, അതിൽ തന്നെ പോകണം നിർബന്ധം. എത്രയായാലും സമിതി പോകണം എന്നുള്ളവർക്ക് നിർബന്ധമാണ്. ഓണത്തിന് പുട്ടപർത്തി പോകണം. ഇങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ 94 ഡ്യൂട്ടിക്ക് പോകാൻ പേടിയായിരുന്നു. കാരണം ഞാൻ വിചാരിക്കും എനിക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ, അവിടെയൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ എല്ലാം ഉണ്ടാകുക എന്നുള്ള പേടി കൊണ്ട് ഡ്യൂട്ടിക്ക് ഞാൻ പോയില്ല. ആ സമയത്താണ് ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ കൺവീനർ ആയിരുന്നു അടിയോടി മാഷ് നല്ലോണം തന്ന്. മാഷ് പറഞ്ഞു ഇത് പറ്റൂല, ഡ്യൂട്ടിക്ക് പോകണം, ഇനി ആരാ പോവുക, ലീവ് ഒന്നൊരു പ്രശ്നമല്ല. അങ്ങനെ 10 ദിവസം ലീവ് എടുത്ത് എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്താണ് പോകേണ്ട തലേ ദിവസം ബാത്റൂമിൽ വേണ്ടിട്ട് കൈയിൻ്റെ എല്ല് പൊട്ടി. മാഷ് പറഞ്ഞു അത് പറ്റൂല, അങ്ങനെയായാലും പോകണം എന്ന് പറഞ്ഞു പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് പോയി. ആ സമയത്ത് ഞാൻ സത്യത്തില് ലീഡേഴ്സിനെ കാണുമ്പോൾ എനിക്ക് പേടിയാ. എന്ന് വെച്ചാല് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് നല്ലോണം വഴക്ക് പറയുന്നത്. ഇപ്പോൾ ലീഡർമാരെന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്ന എല്ലാ ആൾക്കാരായിരിക്കും, ഞാനടക്കം. പല സാഹചര്യം അങ്ങനെ വരും. അങ്ങനെ അവരൊക്കെ വഴക്ക് കേൾക്കുന്നതിന് പേടിച്ചിട്ട് ഞാൻ ഭാരതി ടീച്ചറെ കൂടെ തന്നെ പതുക്കെ സൂപ്പറിലേക്ക് പോയപ്പോൾ ഒരു കൈ കൊണ്ട് എന്താ ചെയ്യാ, എന്നാൽ ഞാൻ ഒരു കൈ കൊണ്ട് പ്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കും. ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായി. പിറ്റത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ
94 തന്നെ ജൂണിൽ പോയപ്പോൾ ഞാൻ പ്രശാന്തി തന്നെ നിന്ന് അവിടെയൊക്കെ ഇതൊക്കെ ഡ്യൂട്ടി ചെയ്ത് 95 പിന്നെ എന്നെ ഭാരതി ടീച്ചർ വിളിക്കുകയാണ്, ഇനി വരണം എനിക്ക് സഹായിക്കാൻ. ടീച്ചർക്ക് പല പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ടീച്ചറുടേതായിട്ടുള്ള പേഴ്സണൽ പ്രയാസങ്ങൾ. അപ്പൊ ടീച്ചർ ലീഡറായി നിന്നാലും എല്ലാ കീയും എന്നെ ഏൽപ്പിക്കുക. അപ്പൊ ഞാൻ രാവിലെ 3 മണിക്ക് ഞാനും കൊയിലാണ്ടി സമിതിയിൽ ഒരു തങ്കേച്ചി ഉണ്ട്, മരിച്ചുപോയി, ഭയങ്കര നല്ല ഡ്യൂട്ടി ആയിരുന്നു. അവര് ഞാനും കൂടി 3 മണിക്ക് എണീറ്റ് അന്ന് സ്വാമിയുള്ള സമയത്ത് 4:30 ആകുമ്പോഴത്തേക്ക് എല്ലാം അടിച്ച് തുടച്ചു വെക്കണം, ആരും അതിനൊന്നും വരാൻ സാധ്യതയില്ല. അപ്പൊ ഞങ്ങൾ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് രാത്രി 9 മണിക്കായിരിക്കും. ചില ദിവസം കുളിക്കലില്ല, ചില ദിവസം മേല് വെള്ളം ഒഴിക്കത്രേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു 10-20 ഡ്യൂട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പെട്ടിയൊക്കെ പിടിച്ച് പോകുമ്പോൾ എന്നോട് KP രാമേന്ദ്രൻ ഭട്ടൻ പറയുന്നത്, നീയാണ് ഇപ്രാവശ്യം സൂപ്പർ ലീഡർ. ഞാൻ പറഞ്ഞു, ഉണ്ണേട്ടാ എനിക്ക് മലയാളം മാത്രമേ അറിഞ്ഞുള്ളൂ. എന്നോട് സായിരാം പറയാൻ അറിയോ? മതി, ഇപ്പൊ ഡ്യൂട്ടി ചെയ്തോന്നെ. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ ലീഡറായി. എനിക്കൊരു 55 ഡ്യൂട്ടി ഞാൻ സൂപ്പറിൽ ചെയ്ത് 32 വർഷം ഞാൻ ലീഡറായി. അങ്ങനെ ഭയങ്കര സന്തോഷമായി. ഒരു പ്രാവശ്യം ഞാൻ ലീഡറാകാണ്ട് പുട്ടപ്പർത്തി പോകുന്നില്ല എന്ന് ഗംഗ ടീച്ചറോട് പറഞ്ഞ്, ആ സമയത്ത് എനിക്ക് രാത്രി ഒരു സ്വപ്നം, സ്വാമിനെ പേരൊക്കെ എഴുതി പ്രശാന്തിയിലേക്ക്. അപ്പൊ രാത്രി സ്വാമി ഞാനിങ്ങനെ തൂണ് പിടിച്ച് നിൽക്കുന്ന ഒരു സ്വാമി വന്ന് 2 ബാഗ് തരും എനിക്ക്. 2 ബാഗ് തന്നിട്ടുണ്ടെങ്കിൽ 2 സൂപ്പർ കൊണ്ട് കൊടുക്ക്, അവിടെ നിന്നിട്ട്. എനിക്ക് ഗംഗ ടീച്ചറാണ് എന്റെ പേരെഴുതി. അപ്പൊ എനിക്ക് സങ്കടമായി. ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് അത് പറയാൻ വിഷമമുണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താ സ്വാമി സൂചിപ്പിക്കുന്നത്? അപ്പൊ ടീച്ചർ പറഞ്ഞു, വേഗം വിട്ടോ, അതാ നല്ലത്, സൂപ്പറിലേക്ക് പോയിക്കുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാല് അതൊരു ചിലൊരു ഈഗോ പ്രശ്നം. ഞാനുണ്ടെങ്കിൽ സൂപ്പർ നടക്കുന്ന ഒരു തോന്നലുണ്ടോന്ന് എന്റെ മനസ്സിൽ നിന്ന് എനിക്ക് തോന്നുക. പിന്നെ ചില ആൾക്കാരൊക്കെ ടീച്ചർ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറയുക. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിൽ ഉറപ്പിച്ച് എന്തായാലും ഞാൻ സൂപ്പറിലേക്കില്ല. ഞാൻ എന്റെ കൂടെ തന്നെ കുറെ ആൾക്കാരെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ തുടങ്ങി എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അവിടെ ഭയങ്കര അനുഭവം ഉണ്ടാകുക സൂപ്പറിൽ. കാരണം എന്താ അറിയോ, നമുക്കൊരു പ്രത്യേക ഒരു നിർദ്ദേശമുണ്ട്, അവിടെ വരുന്ന ആരും ഡോക്ടറെ കാണിക്കണം. സത്യം പറഞ്ഞാൽ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് വരുന്ന കാണിക്കണം. അങ്ങനെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന പല ഫ്രണ്ട്സും ചില ദിവസങ്ങളിൽ അവർ കണ്ണിന് അസുഖമായിട്ട് കാലിന് അസുഖമായിട്ടൊക്കെ എന്നോട് പറയും, ഞാൻ പറഞ്ഞാൽ അപ്പുറം അവർ നടക്കൂലെന്നറിയാലോ. അങ്ങനെ നടക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ഹാർട്ടിന്റെ ഇവിടെ ഞാൻ ചെല്ലുക OP ആ സമയത്ത് എൻ്റെ അടുത്ത് മെയിനായിട്ടുള്ള ഒരാൾ ചെക്കപ്പ് ചെയ്യുന്നു, ECG ഒക്കെ എടുക്കുന്നു. എന്നെ കണ്ടത് അവർ കരച്ചില്ല, എന്നോട് ചോദിക്കാണ്ട പോയത്. ഞാൻ പറഞ്ഞു, സാറില്ല. അങ്ങനെ എന്തൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ഭഗവാൻ എന്താണെന്നറിയില്ല, ശരിക്കും ഞാൻ ഭഗവാൻ എന്തിനെന്നെ ഇങ്ങനെ കളിപ്പിക്കുന്നത്? ഓൾക്ക് വിഷമായി, എനിക്കും വിഷമായി, എനിക്ക് പറയാണ്ട് നിന്നൂടാ. അങ്ങനെ ഓരോന്നും മുന്നിൽ കൊണ്ടിട്ട് അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഭയങ്കര അനുഭവങ്ങളാണ്. അവിടെ കിച്ചണിലൊരു വലിയൊരു ഫോട്ടോ ഉണ്ട്, അതിന്റെ മുന്നിൽ ഞാൻ തലകുത്തി ദിവസം മുട്ടിയിട്ടാണ് ഞാൻ പോവുക രാവിലെ. കാരണം അന്നൊക്കെ 100 ആൾക്കാരൊക്കെ ഡ്യൂട്ടിക്ക് ഉണ്ടാക്കുക. ചെറിയ പ്രശ്നം മതി, ഷൗട്ട് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ഇവിടം വരെ കേൾക്കാം, അത്രയും ഒച്ചത്തിൽ തന്നെ ഷൗട്ട് ചെയ്യും. പക്ഷെ അടുത്ത PRO കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്ത് കേട്ടാലും ഇച്ചവി നച്ചവി കൂടെ അത് മാത്രമേ പറ്റൂ. ഞാൻ അത് തന്നെയാണ് ചെയ്യല്, ഞാൻ ആരും ഒന്നും പറഞ്ഞാലും ശ്രദ്ധിക്കില്ല. അങ്ങനെ നല്ല സുഖമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വരെ 55 പ്രാവശ്യം അവിടെ ഡ്യൂട്ടി ചെയ്ത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ എനിക്ക് പാത്രം കഴുകുന്ന പണി മാത്രം മതി എന്നാണ് ഞാൻ പറഞ്ഞത് രശ്മിതനോട്. അവിടെ വേസ്റ്റ് ഭക്ഷണം ഉണ്ടാകില്ല, അത് ഇടുന്നൊരു പണി എനിക്ക് തരണം. എന്നുവെച്ചാല് ഡ്യൂട്ടി സമയത്ത് ലീഡറായാലും ഭയങ്കര തലവേദന. എല്ലാ സമയത്തും ഞാൻ 4 മണിക്ക് എത്തും, 9 മണിക്ക് തിരിച്ചു പോകും. ഇപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം, കുറച്ചുകൂടി പ്രായമല്ലോ. അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ രശ്മിത അവിടെ എൻ്റെ ലീഡറാന്നുള്ള പേര് എഴുതി വെച്ച്. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ കണ്ണൂരുള്ള ജോഷിമ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷേ ഗുരുപൗർണമിയുടെ സമയത്ത് ഇത് തന്നെ ഗുരുപൗർണമി ദിവസത്തിൽ എനിക്ക് ഭക്ഷണം മേടിച്ചിരുന്ന ആ ജോലി എന്നെ കിട്ടി. അത് തന്നെ കുറേ ദിവസം ചെയ്യേണ്ടി വന്ന് സന്തോഷമായി. ഇനിയിപ്പോ സൂപ്പറിലേക്ക് പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലായി. പിന്നെ എല്ലാ ഡ്യൂട്ടിക്കും പോകാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഡ്യൂട്ടിക്ക് മാത്രം അച്ഛൻ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അമ്മയില്ലായിരുന്നു, എൻ്റെ അമ്മയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഭഗവാന്റെ ഡ്യൂട്ടിനെക്കാട്ടും പ്രധാനം അച്ഛനെ നോക്കാനാണ്. ആ സമയത്ത് ഒരു ദിവസം മാത്രം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ എടുക്കാനായിട്ടുള്ളൂ. പിന്നെ എല്ലാ ഡ്യൂട്ടിക്ക് പോയാലും പാദനമസ്കാരം എടുക്കലുണ്ട്. ചില ദിവസങ്ങളിൽ പാദനമസ്കാരം ഉണ്ടാവില്ല. കാരണം അതെനിക്കൊരു അനുഭവമായിരുന്നു. എൻ്റെ സ്കൂളിൽ ഞങ്ങൾ 2 ആൾ ഒന്നിച്ച സ്കൂളിൽ നിന്ന് വരുന്നത്, 100 ടീച്ചേഴ്സോളം ഉണ്ട്. ഞാനൊരു LP ക്ലാസ്സിലേക്ക് മാറുക. കാരണം എന്താ വെച്ചാൽ അവിടെ എനിക്ക് ഒരാളെ പൈസ കൊടുത്ത് നിൽപ്പിച്ചാൽ 10 ദിവസം ജോലി ചെയ്തോളൂ. മാഷക്ക് പിന്നെ പ്രശ്നമല്ല, മേസാന്ന് പല ക്ലാസ്സില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്കൊരു ക്ലാസ്സിലാണ്. അപ്പൊ മാഷം ചെയ്യും, പിന്നെ ലീവ് എടുത്ത് ആരും ഒന്നും പറയില്ല എന്നെപ്പറ്റി. ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ഭയങ്കര വിഷമായി. ഒന്നുമില്ല, എന്താ വെച്ചാൽ പറയണല്ലോ, ഇവരിങ്ങനെ പൈസയും വാങ്ങി, ഞാൻ പൈസ ഒരു കുട്ടിക്ക് കൊടുത്തിട്ട് ഏതെങ്കിലും കുട്ടിയെ കൊടുത്തിട്ട് ജോലിക്ക് നിൽപ്പിക്കും, എന്നാലും പൈസയും വാങ്ങി പോവുകയാണല്ലോ എന്നുള്ളൊരു മുറുമുറുപ്പുണ്ട്. അങ്ങനെ എല്ലാ കൊല്ലവും 2 പ്രാവശ്യം ഡ്യൂട്ടിക്ക് പോവുക, ഓണത്തിന് പോവുക, വിഷുവിന് പോവുക, യൂത്ത് മീറ്റിങ്ങിന് പോവുക, ശിവരാത്രിക്ക് പോവുക, ക്രിസ്മസിന് പോവുക. ഇതൊന്നും ഇവിടെ പറഞ്ഞാൽ നടക്കില്ല, എന്തായാലും പോകണം നിർബന്ധം മാഷക്ക്. അപ്പൊ ഞാനും കൂടെ പോകും. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ആ സമയത്ത് ഓണത്തിനൊക്കെ സാരിയെല്ലാം കിട്ടി. അങ്ങനെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സന്തോഷം എന്താണെന്നറിയോ, സ്കൂളിൽ നിന്ന് പെൻഷനാകുന്ന സമയത്ത്, പെൻഷനാകുന്നതിന്റെ മുന്നേ വടകര വിദ്യാഭ്യാസ ജില്ലയിലേക്ക് എന്തോ തോന്നിയിട്ട് സ്വാമി തോന്നിച്ചതായിരിക്കും,
ലോട്ടറി ക്ലബിന്റെ ഏറ്റവും നല്ല ടീച്ചർക്കുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടി. അതിന്റെ കൂടെ തന്നെ സംഘടനയുടെ അവാർഡും കിട്ടി. അത് ഭഗവാൻ തന്നല്ലാണ്ട് ഞാൻ സ്കൂളൊന്നും ചെയ്തിട്ടല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്നും കുട്ടികൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. സായി മാഷ്, സായി ടീച്ചർ എന്നവർ പറയാ. ഞാൻ വരുന്നേരം കുട്ടികൾക്ക് എന്തൊക്കെ കൊണ്ടു കൊടുക്കും, സായി മിഠായി, അവരതിന് കാത്തു നിൽക്കും. അപ്പൊ നല്ലൊരു സ്കൂളാണെങ്കിലും സ്കൂളത് ഇത്രയും നന്നാക്കി തന്നെ ഭഗവാനാണ് എനിക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ല. സ്കൂളിൽ ഇത്രയും ടീച്ചേഴ്സിന്റെ ഇടയ്ക്ക് എനിക്ക് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞങ്ങളെ സ്കൂൾ അങ്ങനെ കിട്ടിയത്. അപ്പൊ എനിക്കൊരു ഭയങ്കര അഭിമാനം തോന്നി. ഭഗവാൻ തന്നെ തന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഭഗവാന്റെ പാദത്തിൽ തന്നെ വെച്ച്. അതേപോലെ തന്നെ 1996 ഭഗവാന്റെ അടുത്ത് ഒരു പാതുക ട്രസ്റ്റ് പൂജ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മാഷ്ക്ക് നിർബന്ധം പാതുക പൂജയ്ക്ക് പോകണം. അപ്പൊ ഇവിടെ പ്രശ്നമാണ്, അത് പാതുക ട്രസ്റ്റാണ്. അപ്പൊ മാഷ് പറഞ്ഞു എന്തായാലും സ്വാമീന്റെ മുന്നിൽ നിന്ന് ഏത് ട്രസ്റ്റ് നടത്തിയാലും ഞാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ അന്ന് നല്ലൊരു പൈസ വേണം. രണ്ടാൾക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും പൂജ ചെയ്യണം. അപ്പം ഭാര്യനെ തന്നെ കൊണ്ടുപോകണമല്ലോ, നിർബന്ധമല്ലേ. അപ്പൊ എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റൂല. പിന്നെ കൂടെ പൂജ ചെയ്യാണ്ട് 3 ആളെ ഇരുത്താം. അത് അച്ഛനെയും അമ്മേനെയും മോളെയും കൊണ്ടുപോയി. ഒരു മോളേ ഉള്ളൂ, മോളെയും കൊണ്ടുപോയി. അങ്ങനെ അന്ന് ഞങ്ങൾ പൂജ ചെയ്തപ്പോൾ സ്വാമി വന്ന് പാദം ബ്ലസ് ചെയ്ത് ഞങ്ങൾ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് അക്ഷതട്ട് വന്ന് പിന്നെ പൂർണ്ണ ചുറ്റും കുൽവന്ത് ഹാളിന്റെ ചുറ്റും പാതകം തലയിൽ വെച്ച് ഇങ്ങനെ നടക്കാനും ഒക്കെ പറ്റി. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അത് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അന്നാരും പോകാത്തൊരു കാര്യമാണ്. പിന്നെ ജീവിതത്തിൽ ഇപ്പൊ ഇവിടെ തുറന്നു പറയാൻ പറ്റാത്തൊരു കാര്യങ്ങള്, 2 പ്രശ്നങ്ങൾ. ഹൈക്കോടതിയല്ല, ഏത് കോടതി പോയാലും ശരിയാകാത്ത പ്രശ്നം സ്വാമി എനിക്കൊരു പുല്ല് പോലെ അത് ശരിയാക്കി തന്നിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. അവര് ഭയങ്കര അത്ഭുതമാണ്. എല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവര് അത്ര വലിയൊരിതൊന്നല്ല, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഞങ്ങൾക്ക് ഭഗവാൻ ശരിയാക്കി തന്നിട്ടുണ്ട്. സായിരാം, സമയം കഴിഞ്ഞോ? പിന്നെ പറഞ്ഞോട്ട് ഒരു കാര്യം കൂടി പറയട്ടെ, ഒറ്റ കാര്യം കൂടി. ഈ അടുത്ത് ഞങ്ങള് പിന്നെ സത്യസായി സംഘടനയിൽ സർവൈശ്വര്യ പൂജ നടത്താൻ പറയലുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു പിന്നെ 20ഓളം സർവൈശ്വര്യ പൂജ നടത്തി. ഈ ഒക്ടോബർ 14 ഞങ്ങൾക്കൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട്, സംഘടന എല്ലാവർക്കും ഈ ബർത്ത്ഡേക്ക് മുന്നേ ഒരു സർവൈശ്വര്യ പൂജ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ചെയ്യണം. പക്ഷെ എവിടെയും കിട്ടിയില്ല. അപ്പൊ ഞാനിവിടെ നന്ദി തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി ചോദിച്ചു. അപ്പൊ അവര് സമ്മതിച്ചു. അതിൽ സത്യസായി ഡിവോട്ടീസ് ആരും ഇതിൽ പങ്കെടുക്കല, അമ്പലത്തിലെ ആൾക്കാർ തന്നെയായിരിക്കണം, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ സാധനമൊക്കെ വാങ്ങി. പറയണം നിർബന്ധമായതുകൊണ്ടാണ് പറയുന്നത്. സാധനം എല്ലാം പൂജാ സാധനങ്ങൾ ഞാൻ തന്നെ വാങ്ങി അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത് അവര് പൂജ ചെയ്യുന്നതിനോട് പൈസ വാങ്ങി അമ്പലത്തിലേക്ക് എടുത്ത്. അപ്പം ആ പൂജ ചെയ്യുന്ന സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ സന്ധ്യയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത്. അമ്പലത്തിലെ വിഗ്രഹമൊന്നും എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെ 4 മണിക്ക് എന്നും ഉണരുന്നതാണ്. പക്ഷെ അന്ന് 4 മണിക്ക് ഞാനിങ്ങനെ സ്വപ്നം കാണുന്നത് അമ്പലത്തിൽ ചെറിയൊരു കുഞ്ഞു വിഗ്രഹം പിടിച്ചിട്ട് കുറെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ട്. അതിലൊരു കുട്ടി കയറി മുറുക്ക പിടിച്ചു കളഞ്ഞ്. നമ്മളെ ബോധ മനസ്സിലുള്ളതായിരിക്കും. അപ്പൊ എനിക്ക് പേടി. അമ്പലത്തിൽ കോമരമൊക്കെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞതാ ഇങ്ങനെ കോമരം വരും, മോനെ എണീക്ക് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല എനിക്ക് പേടിയില്ല, ഞാൻ സത്യനാന്ന് എന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് മാഷനെ വിളിക്കുന്നത്. എടാ സത്യം വന്നേ പൊലച്ചയ്ക്കും ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഏതായിരിക്കും സത്യം എന്നുള്ളത്. തലേദിവസം രാത്രി സന്ധ്യയ്ക്ക് ഇത്തിരി ആ അമ്പലം കണ്ടിട്ടുള്ളൂ. പിറ്റേ ദിവസം പോയപ്പോൾ ഒരു അത്ഭുതം എന്ന് പറയാനുള്ളത്, ഞാൻ സ്വപ്നം കണ്ട അതേ വിഗ്രഹം, ചെറിയൊരു പാവേന്റെ അത്രയുള്ള വിഗ്രഹം അവിടെ. അപ്പം ഭഗവാനെ എല്ലാവരിലും ഞാനുണ്ട് എന്നുള്ളത് കാണിച്ചു തരാന്ന്. പിന്നെ എനിക്ക് എല്ലാ സമിതികളിലും 18 സമിതികളിലും എല്ലാ വർഷവും 4-5 പ്രാവശ്യം പോകാനാളുണ്ട്. പിന്നെ ഒരുപാട് കുട്ടികൾ അന്ന് തൊട്ട് ഇന്ന് വരെ ബാലവികാസ് ക്ലാസ് മുടങ്ങല്ല. മാസം മുടങ്ങിയിട്ടുണ്ട്. രഥയാത്ര ഉണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ വന്നിട്ടുള്ളൂ. എല്ലാം കുറെ കുട്ടികൾ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതിച്ച് തേർഡ് ഗ്രൂപ്പ് എഴുതിക്കാൻ ധൈര്യമില്ലായിരുന്നു. ഇപ്പൊ 2 കുട്ടികൾ തേർഡ് ഗ്രൂപ്പ് എഴുതി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനും സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി തേർഡ് ഗ്രൂപ്പ് എഴുതി. അതൊരു അത്ഭുതമുള്ള കഥയാണ്. അതുകൂടി പറഞ്ഞിട്ട് എന്റെ നിർത്തുകയാണ്. പിന്നെ എല്ലാ രഥയാത്രയിലും, കോഴിക്കോട് ജില്ലയിലെ എല്ലാ രഥയാത്രയിലും മലപ്പുറത്ത് ഒരു 4 സ്ഥലത്തും തിരുവനന്തപുരത്ത് ഒരു 5-6 സ്ഥലത്തും പങ്കെടുക്കാൻ പറ്റി. വലിയൊരു അനുഭവമായിരുന്നു, പറയാൻ സമയമല്ല. പിന്നെ ഉള്ളത് ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി. സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാൻ എന്നും ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് പഠിക്കും. പക്ഷെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, പരീക്ഷേൻ്റെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് ഒരു ദിവസം പരീക്ഷ എഴുതുന്ന സമയത്ത് ഇവിടെ വന്ന മാഷ് എന്നോട് പറഞ്ഞു നല്ലോണം എഴുതിയിട്ട് വന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കണ്ട, ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും എഴുതൂല, സെക്കൻഡ് ഗ്രൂപ്പ് അവിടെ നിർത്തും തന്നെ. അങ്ങനെ പരീക്ഷ ഹാളിൽ ചെന്ന് കുട്ടികളുണ്ട്, ഞാനുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ഗുരുസ് മാത്രമേ കണ്ടത്, വേറെ ഞാൻ നോക്കിയില്ല. പരീക്ഷ എഴുതുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക്, ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല. പരീക്ഷ കഴിഞ്ഞ് പേപ്പർ കൊടുത്തപ്പോൾ നോക്കിയത് ആ തേർഡ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ വിളിച്ചു പറഞ്ഞപ്പം കുഴപ്പമില്ല, തേർഡ് ഗ്രൂപ്പ് എഴുതി അടുത്ത പ്രാവശ്യം സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാം. 47 മാർക്ക് കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് അടുത്ത പ്രാവശ്യം എഴുതിയില്ലെന്നാണ്. പിറ്റത്തെ പ്രാവശ്യം ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം എഴുതി 100 മാർക്കും കിട്ടി. അങ്ങനെ 2 പരീക്ഷ എഴുതാൻ പറ്റി. അപ്പൊ ഇതൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ ഇറങ്ങി ചെന്നാൽ ഓരോരോ കാര്യവും ഭഗവാൻ ഇനി എത്രയോ കിടക്കുന്നുണ്ട്, പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എന്റെ വാക്കുകൾ കൂടിപ്പോയിട്ടുണ്ടാവും. അനുഭവങ്ങൾ ഒരുപാടുണ്ട് നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉള്ള പോലെ. സായിരാം, ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം വൈകിട്ടുണ്ടാവും. സായിരാം, ജയ് സായിരാം. സായിരാം.
ഭഗവാനുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ വത്സല ടീച്ചർ പങ്കുവെച്ചു. അത് വളരെ നന്നായി പ്രസന്റ് ചെയ്തു. സമയം കുറച്ച് കൂടിപ്പോയി, സാരമില്ല. ഇനി ഭഗവാന്റെ പ്രസന്റേഷൻ. സായിരാം. సాయిరామ్ వత్సల. థ్యాంక్ యూ. దేహమునకు ఇంద్రియములు ప్రధానము. To the physical body, sense organs are very important. ఈ ఇంద్రియములనగా ఇంద్రియముల కంటే కూడాను ఇంద్రియ భావములు అత్యంత బలవత్తరమైనటువంటివి. The sensations which arise in the senses are more powerful than the senses themselves. శబ్ద, స్పర్శ, రూప, రస, గంధాదులు. The sound, the touch, the sight, and the feeling, and the smell, all these five. ఈ ఇంద్రియముల కంటే కూడాను అన్నింటికి అధిపతి మనసు. Mind is the master of all these senses. మనసు కంటే అధిపతి బుద్ధి. Intellect is the master of the mind. బుద్ధి కంటే అధిపతి జీవుడు. The individual soul is the master of intellect. జీవునికి అధిపతి దేవుడు. God is the master of individual souls. ఇంద్రియమును మనసుతో చేర్చి The sense organs, when they come in contact with the mind, మనసును బుద్ధితో కలిపి and putting the mind along with the intellect, బుద్ధిని జీవంతో చేర్చినప్పుడే when you put the intellect with the individual soul, ఈ జీవ బ్రహ్మముల యొక్క ఐక్యత మనకు అర్థమవుతుంది. we will be able to understand the unity of the things which are inherent. സായിരാം, ഒരു ഭജന പാടുവോ? സായിരാം, ആദ്യത്തോട് ക്ഷമ ചോദിക്കാണ്. ഇതുവരെ ഭജന പാടിയിട്ടില്ല. ഏതെങ്കിലും രാത്രി 1 മണിക്കുള്ള പരിപാടിയിലെ പാടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് പാടുന്നുണ്ട്. സായിരാം. സായിരാം. സത്യസായി പാദാംബുജം ഭജരേ മാനസ നിരന്തരം. സത്യസായി പാദാംബുജം ഭജരേ മാനസ നിരന്തരം. പരമപവിത്രം പാവനചരണം, പരമം പവിത്രം പാവനചരണം. കലിമലദഹനം ശ്രീഗുരുചരണം, കലിമലദഹനം ശ്രീഗുരുചരണം. ഭവഭയനാശക ദുരിത നിവാരണ, ഭവഭയനാശക ദുരിത നിവാരണ. പർത്തിപുരീശ്വര പങ്കജ ചരണം, പർത്തിപുരീശ്വര പങ്കജ ചരണം. ഭജരേ മാനസ നിരന്തരം, ഭജ ഭജരേ മാനസ നിരന്തരം. സത്യസായി പാദാംബുജം ഭജരേ മാനസ നിരന്തരം. പരമപവിത്രം പാവനചരണം, കലിമലദഹനം ശ്രീഗുരുചരണം. ഭവഭയനാശക ദുരിത നിവാരണ, പർത്തിപുരീശ്വര പങ്കജ ചരണം. ഭജരേ മാനസ നിരന്തരം, ഭജരേ മാനസ നിരന്തരം. ഭജ ഭജരേ മാനസ നിരന്തരം, ഭജ ഭജരേ മാനസ നിരന്തരം. സായിരാം. സായിരാം. സായിരാം വത്സല, ഇതൊരു തുടക്കമാവട്ടെ. നീ തൊട്ട് റെഗുലർ ആയിട്ട് ഭജന പാടിക്കോളൂ കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സായിരാം. സായി ഉപമ. ഭഗവത്ഗീത ആത്മീയ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങളെ ലളിതമായും വ്യക്തമായും നൽകുന്ന ഗ്രന്ഥമാണ്. അത് മാനവകുലത്തിനു വേണ്ടിയുള്ളതാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ തന്റെ ഉപദേശം തുടങ്ങിയപ്പോൾ അർജുനന് ഉണ്ടായതുപോലെയുള്ള നിർമ്മമത്വം ഉണ്ടാകാൽ മാത്രമേ അത്
പഠിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അർജുനനുണ്ടായതുപോലെയുള്ള വിഷാദം നിങ്ങൾക്കുണ്ടായാൽ ദുഃഖ നിവാരണത്തിനുള്ള ഉപദേശത്തിന് നിങ്ങൾ അധികാരികൾ ആയിത്തീരും. രോഗനിവാരണത്തിനുള്ള ഔഷധം സേവിക്കുന്നതിന് രോഗമുണ്ടാകേണ്ടതുണ്ട്, അല്ലേ? ബാക്കിയുള്ളവർക്ക് അതെന്തിനാണ്? അവർക്കതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ലഭിക്കുക? വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ ശക്തമാണെങ്കിൽ മാത്രമേ ഒരുവന്റെ മാനസിക നിലപാടുകളിൽ ഭഗവത്ഗീത പ്രാവർത്തികമാവുകയുള്ളൂ. ഭഗവാൻ ബാബ. സായിരാം. സായിരാം. വത്സൽ ടീച്ചറ് സച്ചിൻ മാസ്റ്റർ ഭാര്യയാണ്. അവരെ ഡ്യൂട്ടിക്ക് പ്രശാന്തിയിലെ സേവക്ക് പോകുന്ന മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും അറിയും. നമുക്ക് പുരുഷന്മാർക്കും കുറേ ആൾക്കെല്ലാം അറിയാം. നല്ലൊരു സാധകയാണെന്നും കൂടി ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഭഗവാന്റെ കൃപ ഇനിയും ഇനിയും ഈ ദമ്പതികൾക്കും മകൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സായിരാം. സായിരാം. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. जय बोलो भगवान सत्य साई बाबा जी की जय।